എല്ലാവർക്കും ബയോമാക്കിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്ന പ്ലാന്റ് ബയോമാക് 10L എന്ന് പറയുന്ന മോഡലാണ്. കൊരട്ടിയിലാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. മിസ്റ്റർ ജോർജ് എന്ന് പറയുന്ന ആളുടെ വീട്ടിലാണ് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. അദ്ദേഹത്തിൻ്റെ വീട്ടിലെ സ്ഥലപരിമിതിയുടെ പ്രശ്നങ്ങളില്ല. ആൾ റിന്യൂവബിൾ എനർജി ആയിട്ട് ഒരുപാട് സൗഹൃദം പാലിക്കുന്ന ആളാണ്. അതുകൊണ്ടാണ് പ്ലാന്റ് വെക്കാനായിട്ട് ഡിസൈഡ് ചെയ്തത്. ഈ പ്ലാന്റിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാം. 3 കിലോ വേസ്റ്റും 7 ലിറ്റർ വെള്ളം ഒരു ദിവസം ട്രീറ്റ് ചെയ്യാവുന്ന മോഡലാണ്. നമ്മൾ 30 വർഷമാണ് വാറണ്ടി കൊടുക്കുന്നത്. 1.5 മണിക്കൂർ കത്തിക്കാനുള്ള കുക്കിംഗ് ഗ്യാസ് ഡെയിലി കിട്ടും. അതേപോലെ തന്നെ LPG സിലിണ്ടറിൻ്റെ കണക്ക് പറയുകയാണെങ്കിൽ ഒരു കൊല്ലം 12 സിലിണ്ടർ ഉപയോഗിക്കുന്ന ഒരു വീടാണെങ്കിൽ 7 to 8 സിലിണ്ടേഴ്സ് നമുക്ക് സേവ് ചെയ്യാം. അപ്പോൾ എന്തായാലും ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് വീഡിയോയിലൂടെ കാണാം. ടൈം ലാപ്സിലേക്ക് കിടക്കാം. ഇവിടെ ലെവലിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിൻ്റെ ആവശ്യമില്ല. പക്ഷെ നമ്മൾ മെറ്റൽ ആയതുകൊണ്ട് നമ്മൾ അതിൻ്റെ മുകളിൽ എംസാൻഡ് ലേ ചെയ്തിട്ടാണ് അതിൻ്റെ മുകളിൽ പ്ലാന്റ് വയ്ക്കുന്നത്. കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മെയിൻ പ്രോസസ്സായ കൗഡങ് ഫീഡിങ്ങിലേക്ക് കിടക്കും. കൗഡങ് ഫീഡിങ് 2 തരത്തിൽ ചെയ്യാൻ ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുണ്ട്. പിന്നെയും ആൾക്കാർ ഡൗട്ട് ചോദിക്കുന്നതുകൊണ്ടാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്. കൗഡങ് നമുക്ക് മിക്സ് ചെയ്തിട്ട് പ്ലാന്റിലേക്ക് ഒഴിക്കാം. 1:1.5 റേഷ്യോ വെള്ളമായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ ടാങ്കിലേക്ക് ഇട്ടതിന് ശേഷം വെള്ളം മിക്സ് ചെയ്തിട്ട് അതിനകത്തും മിക്സ് ചെയ്യാൻ പറ്റും. ഈ 2 തരത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഏതാണോ ഉചിതം ആ മെത്തേഡ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. 2 മെത്തേഡിലായാലും നമുക്ക് കൗഡങ് മിക്സ് ചെയ്ത് വെള്ളത്തിൽ കലരണം. ഇത് മാത്രമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അതിൻ്റെ ഉള്ളിലത്തെ സ്ട്രോ വക്കപ്പുല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അത് നമ്മൾ പുറത്തോട്ട് കളയണം. അതിനാണ് നമ്മൾ മെയിനായിട്ട് മിക്സ് ചെയ്ത് പിടിപ്പിക്കുന്നത്. എല്ലാ പ്രോസസ്സും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഒരു കസ്റ്റമർ എന്നുള്ള രീതിയിൽ നിങ്ങളൊന്നും അറിയാതെയാണ് നമ്മളെല്ലാം കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. കസ്റ്റമറെ പരമാവധി നമ്മൾ ഉപദ്രവിക്കാതെ, അതായത് കൗഡങ് പ്രൊക്യൂർമെൻറ്റ് വരെ ഞങ്ങൾ കസ്റ്റമർക്ക് വിട്ടുകൊടുക്കാറില്ല. നമ്മൾ പരമാവധി നമ്മളൊരു പാക്കേജ് ആയിട്ടാണ് ചെയ്യുന്നത്. കാരണം ഒരുപാട് ബുദ്ധിമുട്ടുള്ള സംഭവമാണ് കൗഡങ് പ്രൊക്യൂർമെൻറ്റ് എന്ന് പറഞ്ഞാൽ. അതിലും കുറച്ച് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടതുണ്ട്. കെമിക്കലോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള കൗഡങ് ആണെങ്കിൽ പരമാവധി അത് ഉപേക്ഷിക്കുക. അത് പ്ലാന്റിൻ്റെ വർക്കിങ്ങിനെ വളരെയധികം ബാധിക്കുന്നൊരു സംഭവമാണ്. ചിലപ്പോൾ വർക്ക് ചെയ്തില്ല എന്ന് തന്നെ വരാം. അപ്പോൾ അത് ശ്രദ്ധിക്കണം. അപ്പോൾ അതുകൊണ്ട് ആ റിസ്ക് കസ്റ്റമറിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഞങ്ങൾക്കും അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട്. എന്നാൽ പോലും കസ്റ്റമറാണ് നമ്മുടെ ദൈവം എന്ന് കണക്കാക്കിയിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ നമ്മുടെ 30 വർഷത്തെ വാറണ്ടി കസ്റ്റമർ ഒരുപാട് സഹായിക്കുന്നുണ്ട്. കസ്റ്റമറുടെ ഭാഗത്തുനിന്ന്, നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരുപാട് സപ്പോർട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് അതൊരു പ്രോത്സാഹനം കൂടിയാണ്. ഇനിയും ഞങ്ങൾ ക്വാളിറ്റി ഡെലിവറി ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. അതേപോലെ തന്നെ ഇനിയും ആ സപ്പോർട്ട് തുടരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇതിൻ്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ യൂട്യൂബ് വീഡിയോ ഇടാൻ തന്നെ, ഞങ്ങൾ 15 വർഷമായിട്ട് ഈ ഫീൽഡിലുണ്ട്. യൂട്യൂബ് വീഡിയോ ഇടാൻ തന്നെ കാരണം, അതായത് പല കസ്റ്റമേഴ്സും വീഡിയോസ് വളരെയധികം ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മളിത് ഓരോ ഇൻസ്റ്റലേഷനും ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഞങ്ങൾ പുതിയൊരു അവെയർനെസ് വീഡിയോ, ബയോഗ്യാസ് എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ള വീഡിയോ ഞങ്ങൾ പുറകെ നമ്മൾ ഓരോ വീഡിയോ ആയിട്ട് ഇടുന്നുണ്ട്, ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. എനേബിൾ ചെയ്യാൻ മറക്കരുത് ബെൽ ബട്ടൺ. പിന്നെ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും കൂടി ഒന്ന് ഫോളോ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്തായാലും പുതിയ വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ഗുഡ് ബൈ. താങ്ക് യു.